അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാസ്ഥാനിക പ്രസിദ്ധീകരണങ്ങൾ KMIC-യിലൂടെ എന്ന പ്രോഗ്രാമിൽ നിന്ന് വായിക്കുന്നത് പ്രവാസി റിസാലയിലെ KV ഷംസുദ്ദീൻ എഴുതിയ ഹുണ്ടിപ്പണം വീട്ടിൽ വെച്ച് നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങും എന്ന ലേഖനമാണ് വായിക്കുന്നത് കരീമേലംകുളം. 50,000 രൂപയിലധികം തുക രേഖകൾ ഇല്ലാതെ കൈവശം വെക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യമാണ്. ഹുണ്ടിയായി അയക്കുന്ന പണത്തിന് എന്ത് രേഖയുണ്ടാകും? വീടുകളിൽ നിന്നും ഇത്തരം പണം പിടിച്ചെടുക്കുന്നത് ഗുരുതരമായ നിയമക്കുരുക്കിലാണ് അകപ്പെടുത്തുക. ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിയമവിധേയമല്ലാതെ നാട്ടിലേക്ക് അയക്കുന്നവരുടെ ശ്രദ്ധ ഇനിയെങ്കിലും പതിയേണ്ട കാര്യമാണിത്. നാട്ടിൽ പണമിടപാടുകളും വരുമാന നികുതിയും കൂടുതൽ കൃത്യവും നിയമവിധേയവുമാക്കുന്നതിന് നടപടികൾ ശക്തമാക്കി വരുന്നു. പാൻ കാർഡും ആധാർ ലിങ്കും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഇതുവരെ പ്രശ്നമുണ്ടായില്ല എന്നതുകൊണ്ട് മാത്രം ഇനിയും ധൈര്യപ്പെടാം എന്ന് കരുതരുത്. ഹുണ്ടി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഹവാല പണമിടപാട് ഗൾഫ് മലയാളികൾക്കിടയിൽ നിലനിൽക്കുന്നു. അപകടം വിളിച്ചുവരുത്തുക എന്നതല്ലാതെ ഇതുകൊണ്ട് പണം അയക്കുന്നവർക്കോ സ്വീകരിക്കുന്നവർക്കോ എന്തെങ്കിലും നേട്ടമുള്ളതായി തോന്നുന്നില്ല. ഇടപാടുകാരെ സഹായിക്കുന്നതിനാണെങ്കിൽ അത് ഒരേ സമയം മാതൃരാജ്യത്തെയും ജോലി തരുന്ന രാജ്യത്തെയും നിയമത്തെയും ലംഘിച്ചുകൊണ്ട് ഉള്ളതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയില്ലേ? നിലവിലെ കറൻസി വിനിമയ നിരക്ക് അനുസരിച്ച് വലിയ നിരക്ക് വ്യത്യാസം ലഭിക്കുന്നില്ല എന്നാണ് അറിവ്. എന്നിട്ടും തെറ്റിദ്ധാരണ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നിരവധി ആളുകൾ ഹുണ്ടി മാർഗം പണം അയക്കാൻ തയ്യാറാകുന്നു. പിടിക്കപ്പെടുന്നില്ല എന്നത് ശരിയല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കാരണമാകരുതല്ലോ. പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നടപടികൾ പണം കൈവശം വെക്കുന്നയാളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ അവസാനിക്കുന്നില്ല. പണം എത്തിച്ചേരേണ്ട സ്ഥലം, പണം വന്ന സ്ഥലം എന്നിവയെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കും. പണം കൊണ്ടുവന്ന ആളുടെ മൊബൈൽ ഫോൺ ഹിസ്റ്ററി പരിശോധിച്ചാൽ പോലീസിനു ലഭിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾ ആലോചിച്ചു നോക്കൂ. വൃദ്ധരായ മാതാപിതാക്കളുടെയോ ഭാര്യമാരുടെയോ നമ്പറുകളാവും അതിൽ. സ്വാഭാവികമായും അവർ കേസിൽ പ്രതികളാകുന്നു. ഫെമ അഥവാ ഫോറിൻ കറൻസി മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചാണ് കേസ് ചുമത്തുക. പണം കൊടുക്കാൻ ആവശ്യപ്പെട്ട ആളിലേക്കും കേസ് അന്വേഷണം നീളും. അയക്കുന്ന പണം നേരിട്ട് വീട്ടിൽ ലഭിക്കുന്നു എന്ന ഒരേയൊരു സൗകര്യം മാത്രമാണ് ഹുണ്ടി ഇടപാട് വഴി ലഭിക്കുന്നതായി മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി എത്ര കനപ്പെട്ട തീക്കട്ടയാണ് നാം തലയിലെടുത്തു വെക്കുന്നത്? സാമ്പത്തിക വിനിമയത്തിലെ മനഃശാസ്ത്രങ്ങളും ഈ ഇടപാടിൽ പ്രവാസിക്ക് പരിക്കേൽപ്പിക്കുന്നുണ്ട്. പണമായി കൈവശം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് ചെലവഴിക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും. ബാങ്കിൽ നിന്നും ആവശ്യത്തിന് മാത്രം പണം പിൻവലിച്ച് ചെലവഴിക്കുന്നത് പോലുള്ള നിയന്ത്രണം കൈയിലുള്ള പണം ചെലവിടുന്നതിൽ ഉണ്ടാകില്ല. കൂടുതൽ ക്യാഷ് കൈവശം വെക്കുന്നത് കൂടുതൽ ചെലവിടാനുള്ള പ്രേരണ നൽകും. ഹുണ്ടി വഴി ലഭിക്കുന്ന പണത്തിൽ കള്ളനോട്ട് കലരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിടിക്കപ്പെട്ടാൽ ഏറെ പ്രയാസങ്ങൾക്ക് വിധേയരാകേണ്ടി വരും എന്ന് മനസ്സിലാക്കപ്പെടുന്നില്ല. ബാങ്ക് വഴി പണം അയക്കുന്നത് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളും പലിശയുമായി ബന്ധപ്പെടാതിരിക്കാനുള്ള സൂക്ഷ്മതയുമൊക്കെ ചിലരെയെങ്കിലും ഹുണ്ടി ഇടപാടുകൾക്ക് പ്രേരിപ്പിക്കുന്നു. രണ്ടു രാജ്യങ്ങളുടെ നിയമത്തെ ഒരേ സമയം ലംഘിക്കുന്നുവെന്നതും വീട്ടുകാരെ നിയമം ലംഘിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അപകടത്തിൽപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നതും അതിനേക്കാൾ അപായമുള്ളതും മതദൃഷ്ട്യാ അരുതാത്തതുമാകുന്നല്ലോ. ഇനി ബാങ്കിനെ ആശ്രയിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് പറയുന്നു. NRE അക്കൗണ്ട് വഴിയും NRE അക്കൗണ്ട് ഇല്ലാതെയും പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാം. വീട്ടിൽ ഉള്ളവരുടെ അക്കൗണ്ടിലേക്ക് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ബാങ്കുകൾ വഴി പണമയക്കുന്നതാണ് ഒരു രീതി. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരിൽ ആരംഭിക്കുന്ന NRE അക്കൗണ്ടിലേക്ക് പണം അയക്കുകയും ചെക്ക് വഴിയും ഓൺലൈൻ ബാങ്കിംഗ് വഴിയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് മറ്റൊരു രീതി. ആവശ്യം കഴിഞ്ഞുള്ള തുക ഉയർന്ന സംഖ്യയാണെങ്കിലും സ്വന്തം അക്കൗണ്ടിൽ സൂക്ഷിക്കാം എന്നതാണ് NRE അക്കൗണ്ടിന്റെ പ്രയോജനം. NRE അക്കൗണ്ടിലേക്ക് അയക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന തുക എത്ര ഉയർന്നതാണെങ്കിലും സർക്കാർ നികുതി ഈടാക്കുന്നില്ല. എന്നാൽ നാട്ടിൽ ജീവിക്കുന്നവർക്ക് 2.5 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപത്തിന് വരുമാന നികുതി അടക്കണം. പണം അക്കൗണ്ട് വഴി അയച്ചാൽ വരുമാനം സർക്കാർ മനസ്സിലാക്കുമെന്നും നികുതി ചുമത്തുമെന്നും ഭയന്നാണ് നല്ലൊരു ശതമാനം ആളുകൾ ബാങ്ക് വഴി പണം അയക്കാൻ മടിക്കുന്നത്. കൂടുതൽ തുക അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനെയും ചിലർ ഭയപ്പെടുന്നു. ഈ രീതിയിലുള്ള ഒരു ഭയവും NRE അക്കൗണ്ടിലില്ല.
സാധാരണഗതിയിൽ അക്കൌണ്ടിലെ തുകയുടെ അളവ് നോക്കി നടപടികൾ സ്വീകരിക്കാറില്ല. എന്നാൽ അസ്വാഭാവികമായി വൻ തുകകളുടെ നിക്ഷേപമുണ്ടായാൽ നിരീക്ഷണം പ്രതീക്ഷിക്കാം. വരുമാനത്തിന്റെ സ്രോതസ് അറിയിച്ച് വ്യക്തത വരുത്താവുന്നതേയുള്ളൂ. ജോലി ചെറുതെങ്കിലും മറ്റു ബിസിനസ്സുകൾ നടത്തി പണം സമ്പാദിക്കുന്നവരെ അറിയാം. പ്രതിമാസം 6000-ഉം 7000-ഉം വരുമാനമുള്ള കെട്ടിട വാച്ച്മാൻമാരെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം സാധാരണ വരുമാനത്തിന്റെ പല മടങ്ങ് വരുന്ന സംഖ്യ ഒരു മാനദണ്ഡവുമില്ലാതെ നാട്ടിലേക്ക് അയക്കുന്നു. അതൊന്നും പ്രശ്നമായിട്ടല്ല. NRI സ്റ്റാറ്റസിൽ തുടരുന്നതുവരെ അഥവാ വിസ റദ്ദാക്കുന്നതുവരെ നിക്ഷേപത്തിന് നികുതിയില്ലാതെ NRI അക്കൌണ്ടിൽ പണം നിക്ഷേപിക്കാം. തികച്ചും നിയമവിധേയമാണ് ഈ തുക എന്ന് ആശ്വസിക്കാനാവുന്നു. പ്രവാസം അവസാനിപ്പിക്കുന്നവരും ബാങ്കിലെ നിക്ഷേപത്തിന് നികുതി കൊടുക്കേണ്ടതില്ല. എന്നാൽ അതിനുശേഷം ഉണ്ടാകുന്ന വരുമാനത്തിന് നികുതി കൊടുക്കണം. അഥവാ 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് പ്രവാസം അവസാനിപ്പിക്കുന്ന ഒരാൾ മിനിമം നിക്ഷേപ സംഖ്യയായ 2.5 ലക്ഷം കഴിഞ്ഞ് ശേഷിക്കുന്ന തുകക്ക് ലഭിക്കുന്ന പലിശക്കാണ് വരുമാന നികുതി നൽകേണ്ടത്. പലിശ വാങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വരുമാന നികുതിയിൽ നിന്ന് ഒഴിവാകാനും നിക്ഷേപം യഥാസമയങ്ങളിൽ പിൻവലിച്ച് സുരക്ഷിതമായ നിക്ഷേപങ്ങൾ കണ്ടെത്തുകയാണ് പ്രവാസികൾ ചെയ്യേണ്ടത്. പണം ഉൽപാദനപരമല്ലാതെ സൂക്ഷിക്കുന്നത് ധാർമ്മികമല്ല. മതം ഇത് വിലക്കുന്നതായി മനസ്സിലാക്കുന്നു. ഇനി എന്താണ് NRO അക്കൌണ്ടുകൾ എന്നതിനെക്കുറിച്ച് പറയുന്നു. പ്രവാസികളുമായി ബന്ധപ്പെട്ട 2 ബാങ്ക് അക്കൌണ്ടുകളാണ് നോൺ റെസിഡൻസ് എക്സ്റ്റേണൽ അഥവാ NRI, നോൺ റെസിഡന്റ് ഓർഡിനറി അഥവാ NRO എന്നിവ. പ്രവാസികൾക്ക് നാട്ടിൽ സാധാരണ അക്കൌണ്ട് അഥവാ റെസിഡന്റ് അക്കൌണ്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് നിയമം. NRI അക്കൌണ്ടുകളിൽ വിദേശത്ത് നിന്ന് മാത്രമേ പണം നിക്ഷേപിക്കാൻ സാധിക്കൂ. നാട്ടിൽ പലവിധത്തിൽ പ്രവാസിക്കു ലഭിക്കുന്ന തുക നിക്ഷേപിക്കേണ്ടി വരുമ്പോൾ NRO അക്കൌണ്ട് തുറക്കണം. എന്നാൽ ഈ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്ന തുക വഴിയുണ്ടാകുന്ന വരുമാനത്തിന് പലിശ 30% ഈടാക്കും. അഥവാ 30% നികുതി ഈടാക്കും. ബാങ്കുകളുമായുള്ള സാമ്പത്തിക ഇടപാടിൽ പലിശ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമല്ല. നാം പലിശ വാങ്ങിയില്ലെങ്കിൽ പോലും പലിശ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിലുള്ള ബന്ധമുണ്ടാകുന്നു. പലിശ ഒഴിവാക്കി ബാങ്കിൽ പണം നിക്ഷേപിക്കുക എന്നത് പ്രവാസികൾക്ക് അത്ര എളുപ്പമല്ല. കച്ചവടക്കാർക്ക് കറന്റ് അക്കൌണ്ടിൽ നിക്ഷേപിക്കാം. എന്നാൽ ബാങ്കിൽ നിന്നും പലിശ സ്വീകരിക്കാതിരിക്കാം. അതേസമയം പലിശ കണക്കാക്കുന്ന വിധം കൂടുതൽ കാലം പണം ബാങ്കിൽ സൂക്ഷിക്കാതെ സുരക്ഷിത നിക്ഷേപം നടത്തി വലിയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി സ്വരൂപിക്കുന്ന ശീലമാണ് പ്രവാസികൾ വളർത്തിയെടുക്കേണ്ടത്. ഇനി പാൻ കാർഡിനെ കുറിച്ചാണ് പറയുന്നത്. ധനമിടപാടുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് നാട്ടിൽ ആധാർ കാർഡ് പോലെ പാൻ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വസ്തു വാങ്ങുന്നതിനും വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും പാൻ കാർഡ് ആവശ്യമായി വരുന്നു. പ്രവാസികളും പാൻ കാർഡ് എടുക്കേണ്ടി വരും. ആധാർ കാർഡുമായും പാൻ കാർഡ് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാർഡുകളും നിയമങ്ങളും വരുമ്പോൾ അതിനെ അകാരണമായി ഭയപ്പെട്ട് മാറി നിൽക്കുന്നവരുണ്ട്. സർക്കാർ വിവരങ്ങൾ ചോർത്തുന്നു തുടങ്ങിയ കാരണങ്ങളാണ് പറയുക. എന്നാൽ സർക്കാർ വശം ഇപ്പോൾ തന്നെ നമ്മുടെ വിവരങ്ങളുണ്ട്. ഇനി കൂടുതലൊന്നും ലഭിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവരും നിയമം ലംഘിക്കാത്തവരും നികുതി വെട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കാത്തവരും എന്തിനു ഭയപ്പെടണം? അതുകൊണ്ട് പാൻ കാർഡ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇടപാടുകൾ സുതാര്യമാക്കുകയാണ് വേണ്ടത്. ഗൾഫിൽ നിന്നും പാൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയും. പാസ്പോർട്ടിലെ വിസ പേജ് ഉൾപ്പെടെയുള്ള പകർപ്പ്, 2 ഫോട്ടോ, ID പ്രൂഫ് തുടങ്ങിയ രേഖകൾ സഹിതം അപേക്ഷിക്കാം. നാട്ടിൽ പോകുമ്പോഴും എടുക്കാനാകും. എന്നാൽ 1 മാസമെങ്കിലും അവധിയുള്ളവരെ അപേക്ഷിക്കാവൂ. നേരിട്ട് ഒപ്പിട്ട് വാങ്ങേണ്ടതിനാൽ നാട്ടിലില്ലാത്തപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല. തിരിച്ചയക്കപ്പെടുന്ന പാൻ കാർഡുകൾ പിന്നീട് ലഭിക്കാൻ പ്രയാസമാണ്. ഇനി ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രവാസികൾ ഓൺലൈൻ ബാങ്കിംഗ് ഉപയോഗിച്ചു വരുന്നു. നെറ്റ് ബാങ്കിംഗ് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ദുരുപയോഗം തടയുന്നതിനുള്ള മികച്ച സംവിധാനങ്ങൾ ബാങ്കുകൾ ആവിഷ്കരിക്കുന്നു. ബാങ്കുകളുടെ തന്നെ വെബ്സൈറ്റ് വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത് എന്നാണ് സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നത്. തത്സമയ SMS സേവനങ്ങൾ ഉള്ളതിനാൽ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്നു. സ്വയം ഉപയോഗത്തിൽ താരതമ്യേന അപകടം കുറവാണ് നെറ്റ് ബാങ്കിംഗ്. എന്നാൽ പിൻ നമ്പർ, പാസ്വേഡ് തുടങ്ങിയവ ഒരു കാരണവശാലും കൈമാറാതിരിക്കണം. ഡെബിറ്റ് കാർഡ് ഉപയോഗത്തെയും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഓൺലൈൻ പർച്ചേസുകൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വിനിയോഗിക്കാവുന്ന തുകകൾ ലിമിറ്റ് ചെയ്തുവെച്ച ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ തട്ടിപ്പുകൾക്ക് വിധേയമായാലും നഷ്ടപ്പെടുന്ന തുകയുടെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയും. ഓൺലൈൻ വ്യാപാരത്തിന്റെ മറവിൽ വ്യാപക തട്ടിപ്പുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ബാങ്കിംഗ് ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്തുകയാണ് വേണ്ടത്. ഇനി എന്താണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നതിനെ കുറിച്ച് പറയുന്നു. പണം കൈവശം വെക്കാതെ ഉപയോഗിക്കാവുന്ന
പ്ലാസ്റ്റിക് കറൻസികളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. ഡെബിറ്റ് കാർഡുകളിലൂടെ സ്വന്തം അക്കൌണ്ടിലെ പണം ഉപയോഗിച്ച് മാത്രമേ ഇടപാടുകൾ നടത്താൻ കഴിയൂ എന്നതിനാൽ വലിയ അപകടങ്ങളില്ല. എന്നാൽ പിൻ സഹിതം നഷ്ടപ്പെടുന്നത് സൂക്ഷിക്കണം. അതേസമയം ക്രെഡിറ്റ് കാർഡുകൾ അക്കൌണ്ടിൽ ഇല്ലാത്ത പണം കൊണ്ട് വ്യാപാരം നടത്തുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുന്നു. വിനിയോഗ തുക ലിമിറ്റ് ചെയ്തു ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. ക്രെഡിറ്റ് കാർഡുകൾ അനാവശ്യമായ മോഹങ്ങൾ സൃഷ്ടിക്കുന്നു. 45 ദിവസത്തിനകം ചെലവഴിച്ച തുക അടച്ചാൽ പലിശയിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ പലരും പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോകുന്നു. സൂക്ഷിച്ചു ഉപയോഗിക്കുന്നില്ല എന്നതാണ് ക്രെഡിറ്റ് കാർഡിലെ അപകടം. പ്രവാസികളായ നാം ഇവിടെ സ്ഥിരമായി വസിക്കാൻ വന്നവരല്ല എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം. വിവാഹിതരാകുന്നതിന് മുമ്പാണ് വലിയ ഒരു ശതമാനം പ്രവാസികളും ഇവിടെ എത്തുന്നത്. പിന്നീട് ഭാര്യയും കുടുംബവുമെല്ലാം ഉണ്ടാകുന്നു. അവരെ പ്രത്യേക ജീവിത ശൈലികളുടെ ഉടമകളാക്കാൻ നാം പ്രേരിപ്പിക്കുന്നു. സാമ്പത്തിക വ്യവഹാരം തന്നെയാണ് ഇതിൽ മുഖ്യം. ഈ സാഹചര്യം നാം പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു ചെന്നാലും ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പ്രവാസിക്ക് അനുഭവ സമ്പത്തുണ്ടാകുമെങ്കിലും അവരുടെ കുടുംബത്തിന് അത് കഴിയില്ല. അപ്പോൾ തിരിച്ചുപോയാലും ഭദ്രമായ ജീവിതം നയിക്കുന്നതിനുള്ള കരുതിവെപ്പ് പ്രവാസികൾ ശീലിക്കണം. വരുമാനത്തിന്റെ 20% നിക്ഷേപിക്കാൻ സന്നദ്ധത കാണിക്കണം. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നിക്ഷേപം നടത്താൻ ഇന്ന് മാർഗങ്ങൾ ലഭ്യമാണ്. 10 മുതൽ 20% വരെ ലാഭവും പ്രതീക്ഷിക്കാം. ചെലവുകൾ വിശകലനത്തിന് വിധേയമാക്കിയാണ് പ്രവാസികൾ സമ്പാദ്യത്തിന് തയ്യാറെടുക്കേണ്ടത്. ചെലവുകൾ അത്യാവശ്യം, ഐച്ഛികം, അനാവശ്യം എന്നീ വിഭാഗങ്ങളിൽപ്പെടുത്തി പരിശോധനയ്ക്ക് വിധേയമാക്കി അനാവശ്യം ഒഴിവാക്കുകയും ഐച്ഛികം നിയന്ത്രിക്കുകയും ചെയ്താൽ കയ്യിൽ നീക്കിയിരിപ്പുണ്ടാകും. നിയമവിരുദ്ധമായ സാമ്പത്തിക വിനിമയത്തിൽ നിന്ന് അകന്നു നിൽക്കൽ പോലെ സുരക്ഷിതമായ കരുതിവെപ്പ് രീതികളോട് പ്രവാസി അടുത്തു നിൽക്കുകയും വേണം. ഇതാണ് പ്രവാസി റിസാലയില് സാമ്പത്തിക നിരീക്ഷകനും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമായ KV ഷംസുദ്ദീൻ പ്രവാസി റിസാലയിൽ എഴുതിയ ലേഖനം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.